സോ ഈ പോക്കോ M4 5Gൻ്റെ ബാക്ക് ഡിസൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാമറ മോഡലിൻ്റെ ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഏത് ഫോണാണ് ഓർമ്മ വരുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എനിവേ ഈ ഒരു ഫോൺ ഇപ്പം നിലവിലുള്ള ചീപ്പസ്റ്റ് 5G ഫോൺ ഇൻ ഇന്ത്യയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നില്ല, എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഡോക്യുമെൻറ്റേഷൻ ആൻഡ് സിം ഇജക്ടർ പിൻ, TPU കേസ്, ഫോൺ മാറ്റി വെക്കാം. 22.5 വാട്ടിൻ്റെ ചാർജർ, പക്ഷേ ഫോൺ 18 വാട്ടിൻ്റെ ചാർജിങ് മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഫൈനലി Type-C ചാർജിങ് കേബിൾ. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡിലാണ് വരുന്നത്. ബാക്കും ഫ്രെയിമും പ്ലാസ്റ്റിക് ആണ്. അത് ഈ പ്രൈസ് പോയിന്റിന് വേണ്ടി ഓക്കെ ആണ്. ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ഒരു മാറ്റ് ഫിനിഷ് ആണെങ്കിലും നമ്മുടെ ഫിംഗർ പ്രിൻ്റില്ലേ, വിരലടയാളം, അതിൻ്റെ ഒരു ഡിസൈനാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. ഫ്രാങ്ക്ലി ഞാൻ പോക്കോ M3ൻ്റെ ഇതിൻ്റെ പ്രീവിയസ് ജനറേഷനായ പോക്കോ M3ൻ്റെ ആ ഒരു സാൻഡ് പേപ്പർ മാറ്റ് ഫിനിഷ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഇവിടെയും ആ ഒരു റഫ്നെസ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ ആ ഒരു സൗണ്ട്. സോ ഇവിടെയും റഫ്നെസ് ഉണ്ട്, പക്ഷേ ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത്. എനിവേ ഇവിടെയും ഒന്നുകൂടെ ആ ഒരു വലിയ ക്യാമറ മോഡൽ വന്നിട്ടുണ്ട്. ഇപ്പം പോക്കോൻ്റെ ട്രേഡ് മാർക്കായി മാറിയിരിക്കുകയാണ് വലിയ ക്യാമറ മോഡൽസ്. ഇവിടെയും വരുന്നുണ്ട്. ഈ ക്യാമറ മോഡൽ കാണുമ്പോൾ എനിക്ക് ഫ്രാങ്ക്ലി പിക്സലിൻ്റെ പിക്സൽ 6 Pro ആണ് ഓർമ്മ വരുന്നത്. തീർച്ചയായിട്ടും 200 ഗ്രാമാണ് ഫോണിൻ്റെ വെയിറ്റ്, 8.9 mm ആണ് തിക്നെസ്. സോ ഭയങ്കര ഹെവി അല്ല എന്നാൽ ഭയങ്കര ലൈറ്റും അല്ല, ആവറേജ് വെയിറ്റിലാണ് വരുന്നത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ആണ് ഓബ്വിയസ്ലി, പക്ഷേ ആ ഒരു നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോക്സി ഫിനിഷ് ആണ് വരുന്നത് കേട്ടോ. ആ ഫ്ലാറ്റ് ഫ്രെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിൽ ബാക്ക് കവർ ലേശം കേർവ്ഡ് ആണ് എഡ്ജസിൽ. സോ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിൾ ഫീൽ ആണ് കിട്ടുന്നത്. ഫോണിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, IR ബ്ലാസ്റ്റർ ഉണ്ട്, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് മിസ്സിംഗ് ആണ് കേട്ടോ. സോ നോർമലി ഫോൺ കോൾസ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു നോയ്സ് കയറി വരാൻ ചാൻസ് ഉണ്ട്. റൈറ്റ് നോക്കുകയാണെങ്കിൽ പവർ ബട്ടൺ ആൻഡ് വോളിയം റോക്കർ, ലെഫ്റ്റിലാണ് സിം ട്രേ, ബോട്ടമിൽ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്, USB Type-C പോർട്ട് ആൻഡ് മൈക്ക്. 6.58 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് ബോട്ടം ബെസൽ അല്ലെങ്കിൽ ചിഹ്നുണ്ടല്ലോ, നല്ല കനമുള്ള ചിഹ്നാണ് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഇൻഡോർ യൂസിന് വേണ്ടി ഡീസൻ്റ് ആണ്, അത്യാവശ്യം ബ്രൈറ്റ്നസ് ഉണ്ട്. പക്ഷേ ഔട്ട്ഡോർ കൊണ്ടുപോകുമ്പോൾ എസ്പെഷ്യലി നല്ല വെയിലൊക്കെ ആണെങ്കിൽ ബ്രൈറ്റ്നസ് കുറവാണ് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ആവും. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 240 Hz ടച്ച് സാമ്പിളിംഗ് വരുന്നുണ്ട്. യൂട്യൂബിൽ 2K റെസൊല്യൂഷൻ വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. 4Kയുടെ സപ്പോർട്ട് ഇല്ല, ഈ പ്രൈസ് റേഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. എനിവേ 2K വീഡിയോ പ്ലേ ബാക്കിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. സോ OTT പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫുൾ HD 1080p കണ്ടന്റ് ആസ്വദിക്കാൻ കഴിയും. ബോട്ടം ഫയറിംഗ് മോണോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെന്നെ ചെറിയ രീതിയിൽ നിരാശപ്പെടുത്തി. പോക്കോ ഫോൺസിൽ നമ്മൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. 5G കാരണത്താലുള്ള ഒരു കോസ്റ്റ് കട്ടിംഗ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കൊടുക്കേണ്ടതായിരുന്നു തീർച്ചയായിട്ടും. സോ അത് ഞാൻ മിസ് ചെയ്തു. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഫാസ്റ്റ് ആണ്, നോ പ്രോബ്ലം. നോ പ്രോബ്ലം വിത്ത് ദ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. ഈവൻ ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റായിട്ട്, വളരെ സെക്യൂറും വളരെ ഫാസ്റ്റ് സ്മൂത്തായിട്ട് വർക്കാവുന്നുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 700 5G ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വന്ന പോക്കോ M3 Pro 5Gയിലും പിന്നെ Realme 8 5Gയിലും ഇതേ ചിപ്സെറ്റ് ആയിരുന്നു. ആ ഫോൺസിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെയും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഓക്കെ, 7 5G ബാൻഡ്സിന് സപ്പോർട്ട് വരുന്നുണ്ട്. 3.4 lakhൻ്റെ AnTuTu സ്കോർ ആണ് കിട്ടിയത്. നല്ല ഡീസൻറ്റ് AnTuTu സ്കോറാണ്. എസ്പെഷ്യലി ഇതിൻ്റെ ഒരു 5G സംഭവം പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഐ എം ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടിയത്. 4GB 64GB 6GB 128GB ആണ് LPDDR4X ആൻഡ് UFS 2.2 റാം സ്റ്റോറേജ് വേരിയൻസ്. 2+1 ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ടിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ് ടു 2GB എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഫൈനലി ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ആയിട്ട് വരുന്ന ഒരു Xiaomi ഫോൺ. അങ്ങനെ അത് സംഭവിച്ചു. ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ആണ് വരുന്നത് വിത്ത് ലേറ്റസ്റ്റ് MIUI 13. ചെറിയ രീതിയിൽ ബ്ലോട്ട്വെയർസ് ഒക്കെ വരുന്നുണ്ട്, എടുത്ത് കളയാം. ഈവൻ ഷവോമിയുടെ ചില ഫസ്റ്റ് പാർട്ടി ബ്ലോട്ട്വെയർസും എടുത്ത് കളയാനുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മീ ക്രെഡിറ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. പക്ഷേ ഇപ്പോഴും ആ ഗെറ്റ് ആപ്സിൻ്റെ ഫീച്ചർ എടുത്ത് കളയാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അതൊക്കെ എടുത്ത് കളയാൻ പറ്റണം, അറ്റ്ലീസ്റ്റ് ഹൈഡ് ചെയ്യാനെങ്കിലും പറ്റണം. BGMIയിൽ സ്മൂത്ത് 40 FPS സ്മൂത്ത് അൾട്രേഡ് സെറ്റിംഗ്സ് ആണ് അൺലോക്ക്ഡായി കിട്ടുന്നത്. നല്ല പെർഫോമൻസ് ആണ് കിട്ടിയത് കേട്ടോ. സ്പെഷ്യലി Realme 8 5Gയുടെ BGMI പെർഫോമൻസ് നല്ലതായിരുന്നു. അതിലും എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആയിരുന്നു. ഇതിലും വളരെ നല്ലൊരു സ്റ്റേബിൾ BGMI പെർഫോമൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 40 FPS ഒക്കെ സ്റ്റേബിളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, മേജർ ലാഗ് അല്ലെങ്കിൽ മേജർ ഫ്രെയിം ഡ്രോപ്പ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. സോ നല്ലൊരു സ്മൂത്ത് BGMI പെർഫോമൻസ് കിട്ടിയായിരുന്നു. നോർമലി Xiaomi അല്ലെങ്കിൽ പോക്കോ ഫോൺസ് ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു സംശയത്തോടെയാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഇനി അടുത്ത ഏത് ബഗ്ഗാണ് വരാൻ പോകുന്നത്, ഏത് ഗ്ലിച്ചാണ് വരാൻ പോകുന്നത്, എവിടെയാണ് ജിറ്റേഴ്സ് വരുന്നത്, നമ്മൾ നോട്ടീസ് ചെയ്യാൻ വേണ്ടി കുറേ നമ്മളിങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യും. ഇവിടെ ഞാൻ കുറേ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷേ അങ്ങനെയുള്ള ജിറ്റേഴ്സും ബഗ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. സോ അൺലോക്ക് ആയിട്ടുണ്ട്. ഡയറക്റ്റ്ലി നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഇവൻ സെറ്റിങ്സ് എടുത്ത് നോക്കാം.
നല്ലൊരു പെർഫോമൻസാണ് കിട്ടുന്നത്. അങ്ങനെ ലാഗും ഗ്ലിച്ചൊന്നുമില്ല. നോർമലി ആ പോക്കോ X4 Pro 5G ആണെങ്കിലും റെഡ്മി നോട്ട് 11 Pro Plus 5G ആണെങ്കിലും നമ്മൾ ഈ കുറേ നേരം ലോക്ക് ചെയ്ത് വെച്ചിട്ട് അൺലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ വരാറുണ്ട് ചെറിയ ഗ്ലിച്ചും ബഗ്ഗൊക്കെ വരാറുണ്ട് ആനിമേഷനിലൊക്കെ. ഇവിടെ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, സോ ഔട്ട് ഓഫ് ദ ബോക്സ് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്, നല്ല സ്മൂത്ത് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. ഇനി ഭാവിയിൽ അപ്ഡേറ്റ് വന്നിട്ട് കുളമാവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വി ഡോണ്ട് നോ. ഷവോമി അല്ലെങ്കിൽ പോക്കോൻ്റെ അപ്ഡേറ്റിൻ്റെ ട്രാക്ക് റെക്കോർഡ് അത്രയും നല്ലതല്ല. അതേ പോയിന്റിൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു പ്രോമിസും ഷവോമി ചെയ്തിട്ടില്ല. സോ ആ പോയിന്റ് മനസ്സിലിരിക്കട്ടെ. 50 മെഗാ പിക്സലിൻ്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ക്യാമറ ഡെപ്ത് സെൻസറാണ്. ഈ ഡെപ്ത് സെൻസറിന് വേണ്ടി ഇത്രയും വലിയൊരു ക്യാമറ റിങ്ങിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. എനിവേ 1080p 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വന്നിരിക്കുന്നത്. അവിടെയും 1080p 30 FPS എടുക്കാൻ പറ്റും. ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു വാക്കിൽ പറഞ്ഞുതരാം, ഡീസെൻറ്റ്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായ ക്യാമറ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. സ്പെഷ്യലി ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ നോർമൽ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ സ്കിൻ ടോൺ എന്നാലും ഡീസെൻ്റ് ആണ്. ഓക്കെ, സ്കിൻ ടോൺ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കണം. ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണ്. പക്ഷേ പോർട്രേറ്റ് മോഡ് വരുമ്പോഴേക്കും സ്കിന്നിൻ്റെ ടോണും പിന്നെ കളറും പിന്നെ ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ എല്ലാം കുളമാവുകയാണ്. അതായത് കണ്ടമാനം ഹൈലൈറ്റൊക്കെ കത്തി നിൽക്കുന്നുണ്ട്, നല്ല ഷാർപ്പനിങ് വരുന്നുണ്ട്. സോ പോർട്രേറ്റ് മോഡിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സ്കിൻ സ്മൂത്തനിങ്, അത് കയറ്റി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ അത്യാവശ്യം മോശമായൊരു സ്കിൻ ടോൺ പെർഫോമൻസ് ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, നോർമൽ ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഷാർപ്പനിങ് ഉണ്ടല്ലോ, ആ ഷാർപ്പനിങ് ഇവിടെ ഗുണകരമാവുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉള്ളതുപോലെ നമുക്ക് ഫീൽ ആവും, നല്ല ഷാർപ്പനിങ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. നോർമൽ ഫോട്ടോസിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതായത് പൂക്കളുടെ ഫോട്ടോ ആണെങ്കിലും ഇലയാണെങ്കിലും മരമാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. റിയർ വീഡിയോയിൽ കളറൊക്കെ വരുന്നുണ്ട്, ലേശം ഡീസാച്ചുറേറ്റഡ് ലുക്കാണ് കിട്ടുന്നത്. കുറച്ചും കൂടി ഒരു വാംത്ത് വേണ്ടിയിരുന്നു. സോ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഓവറോൾ ഒരു കൂൾ ടോൺ വരുന്നുണ്ട്. ആ ഒരു ബ്ലൂയിഷ് കൂൾ ടോൺ ഇവിടെ കിട്ടുന്നുണ്ട്. സെൽഫി ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ ആ സെയിം സംഭവമാണ്. നോർമൽ ഫോട്ടോസ് എടുക്കുമ്പോൾ അത്യാവശ്യം ഓക്കെ ഫോട്ടോസ് കിട്ടുന്നുണ്ട്, കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. 8 മെഗാ പിക്സൽ സെൽഫിയാണ് വരുന്നത്. പക്ഷേ ഇവിടെയും പോർട്രേറ്റ് മോഡിൽ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഷാർപ്നെസ്സും പിന്നെ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സംഭവം കയറി വരുന്നുണ്ട്. $5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 18 വാട്ടിൻ്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പോക്കോ M3യിൽ 6000 mAh ബാറ്ററി ഉണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. സ്റ്റിൽ 5000 ഈസ് മോർ ദാൻ എനഫ്. സോ അത്യാവശ്യം 1 ഡേ 1.5 ഡേ കടിച്ച് പിടിച്ചാൽ 1.5 ഡേ ബാറ്ററി ബാക്കപ്പ് ഒക്കെ പോകുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ചാർജിങ് സപ്പോർട്ട് കൊടുക്കാമായിരുന്നു, 33 വാട്ടൊക്കെ കൊടുക്കാമായിരുന്നു. പക്ഷേ സ്റ്റിൽ എഗെയിൻ ആ ഒരു 5Gൻ്റെ ഫാക്ടർ വരുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാം കോംപ്രമൈസ് ആണ്. 15,000 താഴെ എല്ലാം കോംപ്രമൈസ്ഡ് 5G ഫോൺസ് ആണ് വരുന്നത്. കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, FM റേഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് നൈസ്. സാർ വാല്യൂ ഈസ് ഓക്കെ. 4GB 64GBൻ്റെ പ്രൈസാണ് 12,999 രൂപ. 6GB 128GB പ്രൈസാണ് 14,999 രൂപ. SBI ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ 2000 രൂപയുടെ ഡിസ്കൗണ്ട് ഓഫറും വരുന്നുണ്ട്. പെർഫോമൻസിന് ഞാൻ ഹാപ്പിയാണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഫസ്റ്റ് ടൈമാണ് ഇത്രയും സ്മൂത്ത് പെർഫോമൻസ് കിട്ടുന്നത് പോക്കോൻ്റെ ഫോണിൽ. അത് പറയുമ്പോഴും 500 rupees കൂടുതൽ കൊടുത്താൽ റെഡ്മി നോട്ട് 11 അവിടെ കിടപ്പുണ്ട്. 90 ഹെർട്സിൻ്റെ ആമുലഡ്, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ്, 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ഫോൺ 4G ആണ്. പിന്നെ ആ ഫോൺ പെർഫോമൻസിന് വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നോർമൽ യൂസിന് വേണ്ടി ഓക്കെ ആയിരിക്കും, പക്ഷേ ഇറ്റ്സ് നോട്ട് ഫോർ ഗെയിമിംഗ്. അതേ രീതിയിൽ മോട്ടോൻ്റെ മോട്ടോ G31 വരുന്നുണ്ട്. നിങ്ങൾക്ക് 15,000 താഴെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കും. ഓക്കെ, സോ ഈ ഫോൺ ആർക്ക് വേണ്ടിയാണ്? ഏറ്റവും വില കുറഞ്ഞ പെർഫോമൻസ് ഉള്ള 5G ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം. 12,999 ആണ് പ്രൈസ്. ആ പ്രൈസിലെ വാങ്ങാവും. ഓക്കെ, ഹയർ വേരിയൻറ്റ് വാങ്ങരുത്, അല്ലെങ്കിൽ ഓഫറിൽ വാങ്ങണം. നിങ്ങളിത് വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓഫറിൽ വാങ്ങാൻ നോക്കുക. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഓഫറിൽ വാങ്ങിയാൽ 12,999 6GB 128GB എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. സ്പെഷ്യലി പെർഫോമൻസ് ആൻഡ് 5G ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നോക്കാം. സോ ഈ ഫോണിൻ്റെ പ്ലസ് മൈനസ് പിന്നെ എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ ഷെയർ ചെയ്തു. സോ ദാറ്റ്സ് ഓൾ. ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.